ആഴിയും പൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും പൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 14-ാം വാക്യം. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞ് നടന്നു. ദാവീദിൻ്റെ യഥാർത്ഥ അനുകമ്പയും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനുള്ള സന്നദ്ധതയും ഈ വാക്യം എടുത്തു കാണിക്കുന്നു. ഉപരിപ്ലവമായ ഒരു സഹതാപ പ്രകടനം മാത്രമല്ല, മറിച്ച് അത് സ്വന്തം വേദന പോലെയാണ് ദാവീദ് കരുതുന്നത്. ഒരമ്മയുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നത് ദുഃഖത്തിൻ്റെ ആഴമായ അനുഭവമാണ്. ഈ വാക്യത്തിൽ അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് നടന്നു എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ വേദനയിൽ തൻ്റെ വേദനയുടെ ആഴം കാണിക്കുവാനാണ്. മറ്റുള്ളവരുടെ വേദന ആഴത്തിൽ അനുഭവിക്കുന്നവനും ആ ദുഃഖം പുറമെ പ്രകടിപ്പിക്കുവാൻ മടിയില്ലാത്തവനുമായിട്ടാണ് ദാവീദിനെ ഈ വാക്യത്തിൽ വരച്ച് കാണിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, മറ്റുള്ളവരുടെ വേദനയും ബുദ്ധിമുട്ടും നമ്മുടെ വേദനയും പ്രയാസവുമായി കാണുമ്പോഴാണ് ഒരു യഥാർത്ഥ മനസ്സലിയുള്ള മനുഷ്യനായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. ആ തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവൻ്റെ വേദന എൻ്റെ വേദനയായി കാണുവാനുള്ള കൃപ ഈ നാളുകൾ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.